ബത്ലഹേമിൽ ജനിച്ച ആ വിശ്വരക്ഷകന് ശേഷം ലോകം കണ്ട മറ്റൊരു ദിവ്യ പ്രതിഭ. ചാലക്കുടി വൈന്തല ഗ്രാമത്തിൽ പിറന്ന ആ ദേവദൂതൻ ഇടിവെട്ടി മഴ പെയ്തോ എന്നറിയില്ല. എന്നാലും ഏതാണ്ട് അതുപോലെ ഒരു ജൂൺ മാസ പുലരിയിൽ 1989 അബ്രഹാം ഭൂജാതനായി. അവന് ശേഷം 2 ബെട്ടക്ക് മുതലുകൾ കൂടി ആ വീട്ടിൽ പിറവികൊണ്ടു. ശില്പ, കിച്ചു. കാര്യം കൊസറകൊള്ളികളാണെങ്കിലും 3 പേരും ഒടുക്കത്ത ചങ്സാണ്. പെങ്ങന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ അബ്രഹാമിന് മറ്റെന്തും. റിത പുതുമണവാട്ടി, നോട്ട് ദ പോയിന്റ്. ഒരു ചാലക്കുടിക്കാരന് എബ്രഹാം എന്ന പേര് കൂടുതൽ പരിഷ്കാരമായതുകൊണ്ടാണോ എന്തോ നാട്ടുകാരും വീട്ടുകാരും അവനൊരു പേരിട്ടു, അപ്പുഭായ്. വിശ്വജ്യോതി ഹൈസ്കൂളിൽ വിശ്വജ്യോതി നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ റാങ്ക് പ്രതീക്ഷയായി അങ്ങനെ അവൻ SSLC എഴുതി. വിധിയുടെ വിളയാട്ടമെന്ന് പറയട്ടെ, അവസാന റാങ്കുകാരോട് ഇഞ്ചോടിഞ്ച് പൊരുതി അവൻ ഒരുവിധം SSLC കടന്നുകൂടി. കഥയിൽ ട്വിസ്റ്റ് അവിടെയല്ല. ഇത്രയൊക്കെയാണെങ്കിലും പഹയന് +2 അഡ്മിഷൻ കിട്ടിയത് ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളായ മോണ്ട്ഫോർട്ട് ഏർക്കാടിലായിരുന്നു. പക്ഷേ അവൻ്റെ വിധി അവൻ്റെ മണ്ടൻ തീരുമാനങ്ങളായിരുന്നു. കൊടും തണുപ്പിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടവൻ മോണ്ട്ഫോർട്ടിൽ നിന്നും ചെന്നെത്തിയത് തടുപ്പൊട്ടുമില്ലാത്ത ചെന്നൈ പട്ടണത്തിൽ. SSLC അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ജയത്തിന് തുല്യമായ പോരാട്ടത്തോടെ അവൻ +2 കടന്നുകൂടി. പിന്നീട് കുമാരികളുടെ ഉറക്കം കെടുത്തുന്ന സുന്ദരനായി, ആൺപിള്ളേര് മുട്ടാൻ ഭയക്കുന്ന വില്ലാളി വീരനായി 3 കൊല്ലം എബ്രഹാം എന്ന അപ്പുഭായ് ലോയോള കോളേജിൽ തരംഗമായി. ആ വീരകഥകൾ അറിയണമെങ്കിൽ ലൊയോളയിൽ ചെന്ന് ഏതു തൂണിനോടും പുൽച്ചെടിയോടും ചോദിച്ചാൽ മതി. ഇന്നും അവരത് പാടി നടക്കുന്നുണ്ട്. ലങ്ക കത്തിച്ച ഹനുമാനെ പോലെ ഹോസ്റ്റൽ റൂം കത്തിച്ച അപ്പുഭായ്. ഇന്നും ഹോസ്റ്റൽ വാർഡനും നുങ്കമ്പാക്കം ഫയർഫോഴ്സിനും ഒരു പേടി സ്വപ്നമാണ് അപ്പുഭായ്. അപ്പുഭായിയെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവനും മമ്മൂട്ടിക്കും ഒക്കെ ഒരു വീക്ക്നെസ്സേ ഉള്ളൂ, കൂളിംഗ് ഗ്ലാസ്. ഉടുതുണിയില്ലെങ്കിലും അപ്പുഭായിക്ക് കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം, ഋതിക് റോഷന് ശേഷം ആരു എന്ന ചോദ്യത്തിന് ചാലക്കുടിക്കാർ കണ്ടെത്തിയ ഉത്തരമാണ് അപ്പുഭായ്. പണ്ട് മദാമ്മമാർ പോലും ക്യൂ നിന്നിട്ടുണ്ടത്രേ കോരിത്തരിപ്പിക്കുന്ന ഇവന്റെ നഗ്നമേനി പകർത്തുവാൻ. ദാസൻ BCom ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമ്മുടെ പയ്യൻ ലൊയോള BCom സെക്കൻഡ് ക്ലാസ് ആണ്. നോട്ട് ദ പോയിന്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. അല്ല പിന്നെ MBAക്ക് ചെന്നെത്തിയതോ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ. അവിടെ എത്തിയിട്ട് അവൻ ആദ്യം ചെയ്തത് ഇന്ത്യ ഗേറ്റിൻ്റെ മതിൽ അന്വേഷിക്കലായിരുന്നു. അതവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ പഴയ അപ്പുഭായി പുറത്തു വന്നു. ഡൽഹിക്കാരോട് ഇന്ന് ചോദിച്ചാലും അപ്പുഭായിയുടെ വീട് അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ പൂമുഖത്താണെന്നേ പറയൂ. ചാലക്കുടിക്കാരൻ ഡൽഹിയിലെത്തിയത് ചുമ്മാതെയായിരുന്നില്ല. ചാലക്കുടി തെരുവുകളിൽ മണിച്ചേട്ടൻ്റെ പാട്ടും പാടി നടന്ന അപ്പുഭായ് ഡൽഹിയിലെത്തിയപ്പോൾ റോക്ക് സ്റ്റാറായി. ആ കാലഘട്ടത്തെ അപ്പുഭായിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴൻ കീബോർഡ് ആയിരുന്നു. രാവുകൾ പകലുകളാക്കി അപ്പുഭായ് തൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളും കീബോർഡുമായി പങ്കുവച്ചു. പക്ഷെ കഥയിൽ പിന്നെയും ട്വിസ്റ്റ്. ചെന്നൈ ഒരു ബൂമറാങ് ആയിരുന്നു. അതവനെ വീണ്ടും തിരികെ വിളിച്ചു. MBA കഴിഞ്ഞവൻ കാനണിൽ ജോലി നേടി വീണ്ടും ചെന്നൈയിലെത്തി. അപ്പുഭായ് വേർഷൻ 2.1. കൂടുതൽ നന്നായി പോയതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, വീട്ടുകാർ അവരോട് ജോലി മതിയാക്കി തിരിച്ചു പോരാൻ പറഞ്ഞു. ഇനി ഫാമിലി ബിസിനസ് നോക്കി അങ്ങ് കൂടിയേക്കാം. അപ്പുഭായിയുടെ കരസ്പർശമേറ്റതും ബീക്കൺ ബാറ്ററീസ് വേറെ ലെവലായി. അതിനിടയിൽ കുറെ പേഴ്സണൽ കൊടുങ്കാറ്റും സുനാമിയും ഒക്കെ ഉണ്ടായെങ്കിലും അപ്പുഭായ് രാഹുൽ ദ്രാവിഡിനെ പോലെ, ചേതേശ്വർ പൂജാരയെ പോലെ ഔട്ടാകാതെ പിടിച്ചു നിന്നു. പക്ഷെ വെള്ളമടിക്കാനാണെങ്കിലോ അപ്പുഭായ് 2 പെഗിൽ ക്ലീൻ ബൗൾഡ് ആകും. ക്ലീൻ ബൗൾഡ്. കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി. കൂൾ ഡൂഡ് അപ്പുഭായ് അങ്ങനെ കൂൾ ഡൂഡ് അപ്പൂജിയായി. അപ്പൂജി പെരനിറഞ്ഞ് നിൽപ്പായി. ചാലക്കുടി ചന്തയിൽ അതൊരു ചർച്ചയായി. ഒടുവിൽ അപ്പുവിൻ്റെ സ്വന്തം പെങ്ങൾ ശില്പയുടെ ചങ്കുബടിയായ റിറ്റയ്ക്ക് തന്നെ ആ മഹാഭാഗ്യം കനിഞ്ഞു. അപ്പുഭായിയുടെ ഈ കഥ മുൻകൂട്ടി കണ്ടിട്ടല്ലേ ഗൗതം വാസുദേവ് മേനോൻ വാരണമായിരം ചെയ്തത് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സംശയമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് റിറ്റയോടൊരു വാക്ക്. അപ്പുഭായിക്ക് മറ്റൊരു പ്രണയമുണ്ട്. ആ ബന്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, മരണം വരെ അത് തുടരുകയും ചെയ്യും. ഭയപ്പെടാതെ
എല്ലാം നേരിടാനുള്ള ശക്തി തനിക്കുണ്ടാവട്ടെ. അടുക്കളയിൽ നിന്നിറങ്ങാൻ സമയം കിട്ടി എന്ന് വരില്ല. സഹോദരി, പൊറുക്കുക. റിറ്റ തന്റെ ജീവിത സഖിയായി കിട്ടിയത് അവൻ ആഘോഷിച്ചത് എങ്ങനെയെന്നറിയുമോ? താൻ ഔട്ട് ഓഫ് ദ വേൾഡ് ആണെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. സ്വന്തം ചങ്സിനെയും കൊണ്ടവൻ ബാച്ചിലർ പാർട്ടിക്ക് ട്രിപ്പ് നടത്തിയത് അങ്ങ് ദൂരെ, എല്ലാം എന്തും ലീഗലായ ആംസ്റ്റർഡാം എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അവിടെയും തീർന്നില്ല. പിന്നെയും കുറേ പുണ്യസ്ഥലങ്ങൾ അവൻ സന്ദർശിച്ചു. ഉദാഹരണത്തിന് മെയ്യും മനസ്സും ശുദ്ധമാകുന്ന ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനം പ്രാഗ്. അപ്പൂവ എവിടെ പോയാലും മാസ് കാണിക്കാതെ തിരിച്ചു വരുമോ? അങ്ങനെ വന്ന ചരിത്രമുണ്ടോ? അതിപ്പോൾ ആംസ്റ്റർഡാം ആയാലും പ്രാഗ് ആയാലും ഇങ്ങ് ചാലക്കുടി ചന്തയായാലും അപ്പൂബായിക്ക് ഒരേ മൈല. അപ്പോ സംഭവം എന്തൊക്കെ ആയാലും അപ്പൂബായിക്ക് വലുത് തീവണ്ടിയല്ല, സ്നേഹമാണ്. റിറ്റയുടെ കഴുത്തിൽ അപ്പൂബായി താലി കെട്ടുമ്പോൾ തകരുന്നത് അനേകമായിരം യുവതികളുടെ സ്വപ്നങ്ങളാണ്. അവരുടെ അപ്പൂബായി മറ്റൊരാളുടേതാകാൻ പോവുകയാണ്. റിറ്റ, നീ എത്ര ഭാഗ്യവതിയാണ്. കുറച്ച് മുൻകോപവും ഒരിത്തിരി അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെങ്കിലും അപ്പൂബായിയുടെ വയറ് മുഴുവൻ സ്നേഹമാണ്. അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അബ്രഹാം എന്ന അപ്പൂബായി, അപ്പൂബായി എന്ന അപ്പുജി, യു ആർ ദ ബെസ്റ്റ്.